ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ 6 പേരെ തിരഞ്ഞെടുത്തതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ വീക്കെൻഡ് എപ്പിസോഡിലെ പ്രേക്ഷക വിധി തേടുന്നതിനുള്ള നോമിനേഷൻ ചെയ്യണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തവരുടെ പേര് തന്നെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് പണി പാളി. ആ ഒരു ലിസ്റ്റിൽ ഇല്ലാത്തവരിൽ നിന്ന് നോമിനേറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. ബിഗ് ബോസ് എവിടെയൊക്കെ പണി കൊടുക്കാവോ അവിടെയെല്ലാം പണി കൊടുക്കാൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പാട്ടും പാടി വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കിടന്ന് പെട്ടിയെടുത്തുകൊണ്ട് പോകാമെന്നുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ബിഗ് ബോസ്. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പണി എടുത്തിട്ട് പോയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡാണ് ബിഗ് ബോസിന്. അങ്ങനെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പാനിശരത്താണ് ആദ്യം വന്നത്. ശൈത്യയുടെയും നെവിൻ്റെയും പേരാണ് പറഞ്ഞത്. രേണു നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും അപ്പാനിയാണ്. ശൈത്യ ആദ്യം പറഞ്ഞത് ജിസേലിന്റെ പേരാണ്. പിന്നെ ആദിലനൂറയുടെ പേര് പറഞ്ഞു. ആദിലനൂർ നോമിനേറ്റ് ചെയ്തത് ജിസേലിനെയും ആര്യനെയും ആയിരുന്നു. നെവിൻ നോമിനേറ്റ് ചെയ്തത് ബിൻസിയെയും ആദിലനൂറയാണ്. ശാരിക നോമിനേറ്റ് ചെയ്തത് അനുമോളയും ശൈത്യയാണ്. ജിസേൽ ബിന്നിയെയും അനുമോളയും നോമിനേറ്റ് ചെയ്തു. റെന നോമിനേറ്റ് ചെയ്തത് ബിൻസിയെയും ശൈത്യയാണ്. അഭിലാഷിന്റെ നോമിനേഷൻ ജിസേലും ശരത്തും. ബിന്നി നോമിനേറ്റ് ചെയ്തത് ആദിലനൂറയും അനുമോളയാണ്. ഒനിയിൽ ബിന്നിയെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു. ബിൻസി നോമിനേറ്റ് ചെയ്തത് അനുമോളയും ശൈത്യയാണ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് ശൈത്യയും നെവിനെയുമാണ്. സരിക ആര്യനെയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്തു. ആര്യൻ ബിന്നിയുടെ പേരും നെവിന്റെ പേരുമാണ് നോമിനേഷനിൽ പറഞ്ഞത്. അനുമോള് ബിന്നിയെയും നെവിനെയും നോമിനേറ്റ് ചെയ്തു. അനീഷ് നോമിനേറ്റ് ചെയ്തത് ശൈത്യയും ശരത്തിനെയുമാണ്. അങ്ങനെ അവസാനമായി ഷാനവാസ് ആര്യനെയും ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 11 പേരെയാണ് ഈ ആഴ്ച പ്രേക്ഷകവിധി തേടാൻ വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 2 നോമിനേഷൻ ലിസ്റ്റിലും, അതായത് മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിലും പ്രേക്ഷകവിധിക്കായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റിലും പെടാതെ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമായിരുന്നു, അഭിലാഷ്. അത് ബിഗ് ബോസ് എടുത്ത് പറയുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തത് ശൈത്യയാണ്. ശൈത്യയെ 6 പേരാണ് നോമിനേറ്റ് ചെയ്തത്. ശരത്തിന് 5 പേര് നോമിനേറ്റ് ചെയ്തു. ബിന്നി, നെവിൻ, ജിസേൽ, അനുമോൾ ഇവരെ 4 പേർ വീതമാണ് നോമിനേറ്റ് ചെയ്തത്. ആര്യനും ആദിലനൂറയ്ക്കും 3 നോമിനേഷൻസ് ആണ് കിട്ടിയത്. ബിൻസിയെ 2 പേരാണ് നോമിനേറ്റ് ചെയ്തത്. ഇവരെ കൂടാതെ ഷാനവാസും അക്ബറും ഓൾറെഡി ഡയറക്റ്റ് നോമിനേഷനിലുള്ളവരാണ്. അങ്ങനെ ആകെ ഈ പറഞ്ഞ 11 പേരാണ് പ്രേക്ഷകവിധി തേടാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച നോമിനേഷനിലേക്ക് വന്നിട്ടുള്ളത്. മിഡ് വീക്ക് എവിക്ഷനും നോർമൽ എവിക്ഷനും ചേർത്ത് 2-3 പേർ ഈ ആഴ്ച ഔട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ആരൊക്കെയാണെന്നുള്ളത് ഈ ആഴ്ചത്തെ അവരുടെ പ്രകടനവും വോട്ടിങ്ങിന്റെ റിസൾട്ടും എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും അറിയാൻ പറ്റുക. ഏതായാലും മിഡ് വീക്ക് എവിക്ഷനാണ് ആദ്യം വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ടാസ്കുകളെയൊക്കെ ഏത് രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്ക് ഈ ആഴ്ച കാത്തിരുന്ന് കാണാം. ഒപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നന്നായിട്ട് കളിക്കുന്നവരിൽ അവിടെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വോട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക്